ലിനൻ ഫാബ്രിക്കിൽ ഫുൾ ബോഡിയിലും ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നല്ലൊരു സിമ്പിൾ ആയിട്ട് വരുന്ന ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ത്രെഡ് വൂവൻ സ്റ്റൈലുള്ള ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഹാൻഡ് വൂവൻ മോട്ടീവ്സാണ് വരുന്നത്. അതും ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഹാൻഡ് വൂവൻ മോട്ടീവ്സ് വരുന്നത്. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേൾ ക്രീം സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പേൾ ക്രീമിൽ ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നല്ലൊരു റിച്ച് ആയിട്ടുള്ള പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ബോർഡറിൽ വരുമ്പോൾ ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിക്കാം സാരിയുടെ ക്ലോസർ ആയിട്ട്. ഇതായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. ആ ഒരു പേൾ ക്രീമിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബോർഡറിൽ രണ്ട് സൈഡും അപ്പറും ലോവറും വരുന്നത് ഇതേ പാറ്റേണിൽ ഇതേ ബ്രോഡായിട്ട് തന്നെയുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വരുന്നത്. ഒരു മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിന്റെ മോട്ടീവ്സ് ഫുൾ ബോഡിയിലും വരുന്നുണ്ട്. ഈ ഒരു സർക്കുലർ പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. മുന്താണി, ഇതാണ് സാരിയുടെ പല്ലു. ഈ ഒരു സ്റ്റൈലിലുള്ള മുന്താണി വന്നിട്ട് അതേ ആ ബോർഡറിൽ വരുന്ന അതേ ആ ഒരു വർക്ക് തന്നെ ആയിരിക്കും മുന്താണിയുടെ എൻഡിൽ വരുന്നത്. ആ പേൾ ക്രീമിൽ തന്നെയുള്ള വർക്ക് ആയിരിക്കും വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുന്നുണ്ട്, റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് കൂടി ഞാൻ ക്ലോസറിൽ കാണിക്കാം. നല്ല പാറ്റേണിലാണ്. ഈ ഒരു സ്റ്റാറിന്റെ ഷേപ്പിലാണ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. ഫാബ്രിക്, സാരിയുടെ ഫാബ്രിക് വരികയാണെങ്കിൽ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ലിനനിൽ ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി വെയർ ലുക്കിലാണ് സാരി വരുന്നത്. നല്ലൊരു എലഗന്റ് സ്റ്റൈലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഇതായിരിക്കും ആ ഒരു ലോങ്ങർ വ്യൂ ഇങ്ങനെ വരും. ബോഡിയിൽ ഫുൾ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ്, ഡബിൾ സൈഡിലും ആ ഒരു റൈസ് പോളിന്റെ എല്ലാം ആ ഒരു പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. രണ്ട് ബോർഡർ. പല്ലു മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടായിരിക്കും ബോഡിയിലും മുന്താണിയിലും ആ ഒരു വർക്ക് വരുന്നത്. പേൾ ക്രീമിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അത് നല്ല സഫീഷ്യന്റ് ആയിട്ട് 1 മീറ്ററിൽ 45 ഇഞ്ച് വിഡ്ത്തിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. സെയിം ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം തന്നെ. സാരിയുടെ കളറും സെയിം തന്നെയാണ്. ആ എംബ്രോയിഡറി വർക്കിന്റെ ത്രെഡിന്റെ കളർ മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ വരുമ്പം നല്ലൊരു പേർഷ്യൻ റോസ് ആണ്. വാടാമുല്ല കളറും പേൾ ക്രീമും പിങ്കും എല്ലാം കൂടിയുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പോൾ സെയിം സ്റ്റൈലിൽ അതേ ആ ഒരു പേൾ ക്രീമിൽ തന്നെ ആയിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ട് ബോഡിയിലും മുന്താണിയിലും വരുന്ന ഒരു വർക്കിന്റെ ത്രെഡ് മാത്രമേ മാറുന്നുള്ളൂ. ഇതായിരിക്കും സെയിം സ്റ്റൈൽ ബോർഡർ, ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിൽ. ഇതായിരിക്കും ആ ഒരു മോട്ടീവ്സ് വരുന്നത്. പേർപ്പിൾ വിത്ത് പേൾ ക്രീമിലായിരിക്കും വരിക. അതേ കോമ്പിനേഷനിൽ തന്നെയാണ് പല്ലു. ബ്ലൗസും സെയിം സ്റ്റൈൽ, ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ബുട്ടി വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ്. സെയിം സ്റ്റൈൽ അതേ ആ ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. ഇതിന്റെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ കോറൽ പീച്ചാണ്. കോറൽ പീച്ചും പേൾ ക്രീമും ആ ഒരു ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിൽ സെയിം സ്റ്റൈൽ അതേ സർക്കുലർ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് ആ ഒരു മോട്ടീവ്സ്. ബ്യൂട്ടിഫുൾ സ്റ്റൈലാണ് സാരിയുടെ മുന്താണി. ഫുൾ അതേ ആ ഒരു ബോർഡർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പല്ലുവിൽ വരുന്നുണ്ട്. ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെയുള്ള മോട്ടീവ്സിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. സെയിം പാറ്റേൺ, സെയിം ഡിസൈൻ. ഇതിന്റെ ആ ത്രെഡിന്റെ കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ കോറൽ പീച്ച്, ഗ്രീൻ, ഗ്രേ ആൻഡ് പേൾ വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെ. അതേ സർക്കുലർ മോട്ടീവ്സിൽ തന്നെ ഇതായിരിക്കും കോമ്പിനേഷൻ വരുന്നത്. ഗ്രേ വരുന്നുണ്ട്, പേൾ ക്രീം വരുന്നുണ്ട്, കോറൽ പീച്ച്, ഗ്രീൻ അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വർക്ക്, ബോർഡർ, ബ്ലൗസ്. എല്ലാ കളർ കോമ്പിനേഷൻസും നല്ല നല്ല കോമ്പിനേഷൻസ് ആണ്. ഞാൻ ഓരോ സാരിയും ഇൻഡിവിജ്വലി കാണിക്കുന്നതേ ഉള്ളൂ. കൊച്ചു മൈന്യൂട്ട് ഡിഫറൻസ് ആണ് ഓരോ ആ ത്രെഡിന്റെ കളറിൽ വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. സാരിയുടെ കളർ സെയിം, ആ ഒരു ബോർഡറിന്റെ ഡീറ്റെയിലിംഗ് സെയിം തന്നെ, എംബ്രോയിഡറി വർക്കിന്റെ ഡിസൈനും സെയിം തന്നെയാണ്. കളർ പാലറ്റ് മാത്രമേ മാറി വരുന്നുള്ളൂ. ഇതിൽ വരുമ്പം ബേബി പിങ്കും പേർഷ്യൻ റോസും ഗ്രീനും പേൾ ക്രീമും കൂടിയാണ് കോമ്പിനേഷൻ വരുന്നത്. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ബേബി പിങ്ക്, പേർപ്പിൾ, ആ ഒരു പേർഷ്യൻ റോസ്, വാടാമുല്ല കളറും ഗ്രീനും ഒരു ലൈറ്റ് ബ്രൗൺ ഈ ഒരു ടോണിലാണ് ആ എംബ്രോയിഡറി വർക്ക് വരിക. ബോർഡർ വരുന്ന സെയിം സ്റ്റൈൽ അതേ ആ ഒരു പേൾ ക്രീമിൽ തന്നെയായിരിക്കും എംബ്രോയിഡറി വർക്കിലുള്ള ബോർഡർ. ലിനൻ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ. അങ്ങോട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. ഈ ഒരു ഫോൾ ആയിരിക്കും സാരിക്ക് വരുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു മെറൂണും ഗ്രീൻ, കോറൽ പീച്ച് ഈ ഒരു കോമ്പിനേഷനിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഗ്രീൻ, ബ്രൗൺ, കോറൽ പീച്ച് ആൻഡ് മെറൂൺ സെയിം സ്റ്റൈൽ ബോർഡർ. ഒരു മോട്ടീവ്സ് വരുന്ന ഈ ഒരു പാറ്റേണിലായിരിക്കും. അതേ ആ ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള ഒരു ത്രെഡ് വൂവൻ മോട്ടീവ്സിൽ ഒരു സ്റ്റാറിന്റെ പാറ്റേണിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളറ് പീകോക്ക് ഗ്രീനും കോറൽ പീച്ചും ആണ് കോമ്പിനേഷൻ.
എല്ലാം സെയിം തന്നെയായിരിക്കും. അതേ മോട്ടീവ്സ് തന്നെ. നല്ലൊരു സഫയർ ഗ്രീനും പീകോ ഗ്രീനും കൂടിയുള്ള ഒരു ബ്ലെൻഡഡ് ഗ്രീൻ ഉണ്ടല്ലോ, ആ ഗ്രീനും കോറൽ പീച്ചും കൂടി ആയിരിക്കും സാരിയിൽ ഫുൾ വർക്ക് വരുന്നത്. സെയിം സ്റ്റൈൽ ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ മസ്റ്റേർഡ് യെല്ലോ, കോറൽ പീച്ച് ആൻഡ് ഗ്രീൻ. ആ ഒരു കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ. ബോർഡർ വരുന്നത് സെയിം പേൾ ക്രീമിൽ തന്നെ ആയിരിക്കും. ബോഡി കംപ്ലീറ്റ് അതേ ഒരു കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറി വർക്കും. പല്ലു, ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ ക്ലാസി ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആയിരുന്നു. ഫംഗ്ഷൻ വെയർ ആയിട്ട് മാത്രമല്ല, നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഫംഗ്ഷനും വെഡിങ്ങും ഉള്ള ഫംഗ്ഷനും ഒരു മധുരം വെപ്പ് അങ്ങനെയുള്ള ഫംഗ്ഷൻസിനും എല്ലാം വളരെ ആപ്റ്റ് ആയിരുന്നു കളക്ഷൻസ്. വളരെ കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സോഫ്റ്റ് ലിനൻ ആയിരുന്നു സാരിയുടെ ഫാബ്രിക്. മൾട്ടി കളർ ത്രെഡിലായിരുന്നു എല്ലാ സാരീസിലും ഒരു വർക്ക് വന്നത്. ഇത് ലാസ്റ്റ് സാരിയാണ്. ഇതിലും ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഗ്രേയും കോറൽ പീച്ചും ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഒരു ബ്രൗൺ മസ്റ്റേർഡ്, ഗ്രേ ആൻഡ് കോറൽ പീച്ച്, ഈ ഒരു കോമ്പിനേഷനിലാണ് ഫുൾ ബോഡി വരുന്നത്. പേൾ ക്രീമിൽ തന്നെയുള്ള നല്ല പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ബോർഡേഴ്സ് വന്നിട്ട് ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരിക. പല്ലു, സെയിം സ്റ്റൈൽ ബ്ലൗസ്.